ട്രിപ്പിൾ എം സൊല്യൂഷൻ LLP അവതരിപ്പിക്കുന്ന 3MS സീരീസിലെ സമഗ്ര ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, അതാണ് 3MS സ്കോസിസ്. ഗവൺമെൻറ്, എയ്ഡഡ്, അൺഎയ്ഡഡ്, പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മദ്രസകൾ, കോച്ചിംഗ് സെൻ്ററുകൾ തുടങ്ങി എല്ലാത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അനുയോജ്യമായ ഒരു പെർഫെക്റ്റ് സൊല്യൂഷനാണ് 3MS സ്കോസിസ്. ഓരോ സ്ഥാപനത്തിൻ്റെയും ആവശ്യങ്ങൾക്കും പ്രവർത്തന രീതികൾക്കും അനുസരിച്ച് ഇതിലെ ഫീച്ചറുകൾ സൗകര്യപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയും. അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ സ്മാർട്ടും കാര്യക്ഷമവുമാക്കുന്നതിനൊപ്പം മാനേജ്മെൻറ്റിനും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾക്കും സമഗ്രമായ മോണിറ്ററിംഗ് സൗകര്യങ്ങളും നൽകുന്നു. കൂടാതെ അക്കൗണ്ടുകളുടെ സ്റ്റാറ്റസ് ട്രാക്കിംഗ്, റിപ്പോർട്ട് മാനേജ്മെൻറ്റ്, സ്റ്റാഫ് സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റ് തുടങ്ങി നിരവധി സ്മാർട്ട് ഫീച്ചറുകൾ വഴി നിങ്ങളുടെ സ്ഥാപനത്തെ കൂടുതൽ പ്രൊഫഷണലും സാങ്കേതികവുമായി മുന്നിട്ടതുമായ സംവിധാനത്തിലേക്ക് ഉയർത്താൻ 3MS സ്കോസിസ് സഹായിക്കുന്നു. ഇനി 3MS സ്കോസിസ് എന്ന സമഗ്ര സംവിധാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളും സവിശേഷതകളും പരിചയപ്പെടാം. 3MS സ്കോസിസിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനം ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുക. ഇതിൽ ഇൻകം ആൻഡ് എക്സ്പെൻസിൻ്റെ ഒരു ഇൻസൈറ്റ്, അതോടൊപ്പം താഴെ എത്ര ആക്റ്റീവായിട്ടുള്ള സ്റ്റുഡൻസ്, ആക്റ്റീവായിട്ടുള്ള സ്റ്റാഫുകൾ എത്ര, കോർ മാനേജ്മെൻറ്റുകൾ എത്ര സ്റ്റുഡൻസിനെ ആഡ് ചെയ്യുന്നത്, അതായത് ബൾക്കായിട്ട് സ്റ്റുഡൻറ്റിനെ ചെയ്യുന്നത്, പ്രൊമോഷൻ, അങ്ങനത്തെ കുറച്ച് ഫോൾഡറുകളുണ്ട്. അതിൽ സ്റ്റുഡൻസ് ഫോൾഡർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, എത്ര ഗേൾസ്, എത്ര ബോയ്സ്, ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും നേരെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിൻ്റെ സമ്പൂർണ്ണമായ വിവരങ്ങൾ, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, എത്ര വയസ്സ്, ഫീസ് സ്ട്രക്ചറുകൾ, ലൈബ്രറി പുസ്തകം എടുത്തത്, അങ്ങനെ ഫുൾ ആ വിദ്യാർത്ഥിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. ശേഷം പുതിയ വിദ്യാർത്ഥി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് സ്റ്റുഡൻറ്റ് എന്നുള്ളത് വെച്ചിട്ട് ആ ഫോം ഫില്ല് ചെയ്താൽ ഇതിലേക്ക് ആഡ് ആവും. അതോടൊപ്പം തന്നെ ഇത് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ന്യൂവസ്റ്റ്, ഫസ്റ്റ്, ഓൾഡസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ചെയ്യാനുള്ള സൗകര്യം. അതുപോലെ തന്നെ ബൾക്കായിട്ടുള്ള സ്റ്റുഡൻറ്റുകൾ ഒരു സ്ഥാപനത്തിൽ മൊത്തം സ്റ്റുഡൻസിനെ കൊണ്ട് CSV ഫയലിലേക്ക് എക്സൽ ഫയലിൽ നിന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് നേരെ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാവുന്നതാണ്. പ്രൊമോഷനാണ് അടുത്തത്. ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്കോ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ മാറ്റണമെങ്കിലോ, കുറച്ച് കുട്ടികളെ മാറ്റണമെങ്കിലോ, അല്ലെങ്കിൽ ഓൾ പ്രൊമോഷനോ, അതൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. 10Bയിൽ നിന്ന് ഇവിടെ കാണാം. ഒരു കുട്ടിയെ മാത്രം ഇത് സെലക്ട് ഓളാണ് ഉണ്ടാവുക. ഏതെങ്കിലും ഒന്ന് മാത്രം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്ത ശേഷം മറ്റൊരു ക്ലാസ്സിലേക്ക് ചേഞ്ച് ചെയ്യാനോ, അല്ലെങ്കിൽ ഓൾ പ്രൊമോഷൻ ആണെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യാനൊക്കെ പ്രൊമോഷൻ ടാബ് ഫോൾഡർ ഉപയോഗപ്പെടുത്താം. ഇൻവൈറ്റ്, ഇത് ഓൺലൈൻ ഇൻവിറ്റേഷനാണ്. നമ്മളൊരു എൻക്വയറി വന്നപ്പോൾ ന്യൂ ഇൻവൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏത് ക്ലാസ്സിലേക്കാണ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം എൻക്വയറി ചെയ്ത ആളുടെ ഫോൺ നമ്പർ അടിച്ചിട്ട് ഒരു ലിങ്ക് അവർക്ക് കോപ്പി ചെയ്ത് ഷെയർ ചെയ്ത് വാട്സപ്പ് വഴിയോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയോ കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ ഇവിടെ സെൻഡ് എന്നുള്ളതിൽ കാണാം. അങ്ങനെ അവർ റിക്വസ്റ്റ് ഫില്ല് ചെയ്തിട്ട് തിരിച്ചയച്ചു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഫോൾഡറിൽ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് 3 ഡോട്ട് ഉണ്ട് റൈറ്റിൽ, അതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളത് കാണാം. അതിൽ ചെക്ക് ചെയ്ത ശേഷം ഇത് പെർഫെക്റ്റ് ആണെങ്കിൽ അഡ്മിറ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള പച്ച ബട്ടൺ അമർത്തിയാൽ ഈ അഡ്മിറ്റഡ് എന്നുള്ളതിലേക്ക് വരും. ഇതോടെ നമ്മൾ സിസ്റ്റത്തിലേക്ക് ആ കുട്ടി അഡ്മിഷൻ നടന്നു കഴിഞ്ഞു. ഇനി ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സൈൻ ചെയ്തിട്ട് വാങ്ങി വെക്കാവുന്നതാണ്. പിന്നെ അതിൽ സ്റ്റാഫിനെയും ഇതുപോലെ തന്നെയാണ്. സ്റ്റാഫിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. പുതിയ സ്റ്റാഫിനെ ഒരു സ്റ്റാഫിൽ ടച്ച് ചെയ്താൽ തന്നെ ആ സ്റ്റാഫിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഇവിടെ കിട്ടും. അതോടൊപ്പം എഡിറ്റ് ചെയ്യണമെങ്കിൽ മുകളിലുള്ള 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. അവിടെ എഡിറ്റ് സ്റ്റാഫ് ഉണ്ട്. ജസ്റ്റ് നോക്കിയാൽ അവരുടെ ക്വാളിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. അടുത്തത് ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപനത്തിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്, ഹൈസ്കൂൾ, LP, UP, അതല്ലെങ്കിൽ നഴ്സറി, അല്ലെങ്കിൽ ഏത് തരത്തിലും കോച്ചിങ് സെൻ്റർ ആണെങ്കിൽ അത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് എഡിറ്റ് ചെയ്തെന്ന് കാണാം. അത് അവിടെയുള്ള സബ്ജക്റ്റുകൾ, എല്ലാ ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണെന്നൊക്കെ അവിടെ തീരുമാനിക്കാം, സെറ്റ് ചെയ്യാം. അതിനുശേഷം ക്ലാസ്സുകൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ കീഴിലുള്ള ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യാണ്. ആഡ് ക്ലാസ് എന്നുള്ളത് പോയിട്ട് പുതിയ ക്ലാസ്സുകളും കാര്യങ്ങളും, അതിൻ്റെ കോഴ്സ് ഫീ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ട് പുതിയ ക്ലാസ് അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം അക്കാഡമിക് ആയിട്ടുള്ള വിഷയങ്ങളാണ് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ശേഷം ഇവിടെ എഡിറ്റായിട്ട് കാണിക്കാം, എഡിറ്റ് ടൈം ടേബിൾ. ഈ ടൈം ടേബിൾ സെക്ഷനിൽ പോയാൽ ഇവിടെ ഓരോ സെക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ സബ്ജക്റ്റ് വൈസ് മാറ്റി കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് പിന്നെ വരുന്നത്
എക്സാം ടൈം ടേബിളാണ്. അതും ഇതേപോലെ തന്നെ എക്സാം നടക്കുന്നതിനുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുക. ഇതൊക്കെ പാരൻസിന് ലഭിക്കും. ഈ സെറ്റിങ്സൊക്കെ സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് പാരൻസിന് പോകും എക്സാമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ ലൈബ്രറി, സ്കൂളിൽ ലൈബ്രറി മാനേജ് ചെയ്യുന്നതാണ് സ്ഥാപനത്തിൻ്റെ. ബുക്കിൻ്റെ കളക്ഷൻ ഇവിടെ കാണാം. എത്ര ബുക്ക് ഉണ്ടെന്ന്, പുതിയ ബുക്കുകൾ ആഡ് ചെയ്യാം, ബൾക്കായിട്ടോ സിംഗിളായിട്ടോ ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ കാറ്റഗറൈസ് ചെയ്യാം. പുസ്തകം എടുക്കുകയാണ് ബോറോ ബുക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അവിടെ താഴെ വീണ്ടും കാണാം ബോറോ ബുക്ക്. അവിടെ സെലക്ട് ചെയ്യുക. ഒരു സ്റ്റുഡൻറ്റിന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അഡ്മിഷൻ നമ്പർ കൊടുക്കുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ബുക്ക് ഇതെവിടെ നിന്ന് ഏതോ പുസ്തകം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അത് എത്ര ദിവസത്തേക്കാണ് അതും ഇവിടെ സമയബന്ധിതമായിട്ട് ചെയ്യാം. 7 ദിവസമോ 10 ദിവസമോ എത്രയാണ് പുസ്തകത്തിന് അനുവദിക്കുക ചെയ്യാം. ദിവസം കഴിഞ്ഞാൽ അതിന് ഫൈൻ ഉണ്ടെങ്കിൽ അതും ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ, പുസ്തകത്തിൻ്റെ മൊത്തം റിപ്പോർട്ട്, പെൻഡിങ് കിടക്കുന്നത്, ഹിസ്റ്ററി, ഇതൊക്കെ ഇവിടെ ലൈബ്രറിക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇതിൽ ഉണ്ട്. രണ്ടാമത്തെ നോട്ടീസ് ബോർഡാണ്. നോട്ടീസ് ബോർഡ് ഒരു നോട്ടീസ് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പാരൻസിലേക്ക് എത്തും, സ്റ്റാഫിലേക്ക് എത്തും. എവിടേക്കാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് ഇത് എത്തിക്കും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്നാൽ പിന്നീട് വാട്സപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ മെസ്സേജുകളാകട്ടെ, വാട്സപ്പ് ഉപയോഗിക്കുന്നതാകട്ടെ, ഈ ആപ്ലിക്കേഷനിൽ തന്നെ അതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. ഇവിടെ നമ്മളൊരു നോട്ടീസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ താഴെ ആഡ് നോട്ടീസ് എന്നുള്ള ഗ്രീൻ ബട്ടൺ കാണാം. അതിലൊന്ന് പ്രസ് ചെയ്യുക. ശേഷം നമ്മളൊരു ക്ലാസ്സിലേക്ക് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്ലാസ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണാം ഏതൊക്കെ ക്ലാസ്സുകളാണെന്ന്. ആ ക്ലാസ്സുകളിലേക്ക് മാത്രമായിട്ട് സെലക്ട് ചെയ്താൽ അവിടേക്ക് മാത്രമായിട്ട് ആ നോട്ടീസ് പോകും. ഇനി അതല്ല ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് സെലക്ട് ചെയ്യാം. അതല്ല മൊത്തം ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഓൾ സെക്ടറിലേക്ക് പോകണമെങ്കിൽ ഇവിടെ 3 സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൾ സ്റ്റുഡൻസ്, ആൾ സ്റ്റാഫ്, പിന്നെ എവരി വൺ എന്നുള്ളത് മൊത്തത്തിൽ പോകും. അത് സെലക്ട് ചെയ്ത ശേഷം അതിന് ടൈറ്റിൽ കൊടുക്കുക, വെക്കേഷൻ നോട്ടീസ് ഏതാണെങ്കിലും. ഇവിടെ PDF ആയിട്ടോ ഇമേജ് ആയിട്ടോ ഫയലുകൾ അപ്ലോഡ് ചെയ്യാം. ശേഷം ടെക്സ്റ്റ് മെസ്സേജ് ഇവിടെ കൊടുക്കാം. ഇവിടെ ഒരു എക്സ്പയറി ഡേറ്റും കൊടുക്കാം. അതിനുശേഷം സെൻഡ് നോട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നോട്ടീസുകൾ അവിടെ പാരൻസിന്, സ്റ്റുഡൻസിന് അവൈലബിൾ ആകും. പിന്നെ അതിൽ ഇയർ പ്ലാനാണ്. ഒരു വർഷത്തേക്ക് നടക്കുന്ന കാര്യങ്ങൾ, സ്കൂൾ ഡേ, എക്സാമിനേഷൻ, വെക്കേഷൻ, ടൂറ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നേരത്തെ പാരൻസിനെ അറിയിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇയർ പ്ലാനുകൾ. ഇനി സ്റ്റഡി, പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ മാസത്തിലും പഠിക്കേണ്ട വിഷയങ്ങൾ, അങ്ങനെ ഇയർ പ്ലാനുകൾ സെറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് ഇതിലുള്ളത്. സ്പോർട്സ് ആൻഡ് ആർട്സ് ഈ കോളത്തിൽ വരുന്നത് സ്പോർട്സ് ഈവൻറ്റുകളുമായി ബന്ധപ്പെട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൽ പാർട്ടിസിപ്പേഷൻ ആഡ് ചെയ്യുന്നതും അതിന് ലീഡിങ് ടീമിനെ തിരഞ്ഞെടുക്കുന്നതും സ്പോർട്സ് ഐറ്റംസിൽ ആഡ് ചെയ്യുക. ആ ഐറ്റംസിൽ തന്നെ പങ്കെടുക്കുന്ന ആളുകളെ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. കൂടുതൽ മെമ്പർമാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ചെയ്യാം. അങ്ങനെയുള്ള ഈവൻറ്റുകൾ മാനേജ് ചെയ്യുന്ന സിസ്റ്റം ആണ് സ്പോർട്സ് ആൻഡ് ആർട്സ് ഉള്ളത്. പിന്നെ അറ്റൻഡൻസ് ആണ്, കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അറ്റൻഡൻസിലുള്ള പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഒരു പീരീഡിൽ ഒരു ദിവസം ഹാജരായിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ആ കുട്ടിയുടെ ആബ്സെൻ്റ് നോട്ടിഫിക്കേഷൻ പാരൻസിന് പോകും. ആപ്പ് വഴി അതിലേക്ക് പാരൻസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അത് ഓരോ പീരീഡ് വേണമെങ്കിൽ ഓരോ പീരീഡിലത്തതും പാരൻസിന് പോയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞു വാട്സപ്പ് ഇതിൻ്റെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾക്ക് ഇതേപോലെ തന്നെ ഗ്രൂപ്പുകൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഇത് പ്രൈവറ്റും പബ്ലിക്കും ആക്കിയിടാം. അതായത് നമുക്ക് അഡ്മിൻ ഒൺലി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതെല്ലാം മറ്റുള്ളവർക്കും ഇതിൽ വോയിസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ഇമേജുകളൊക്കെ ആയിട്ട് നമുക്കിതിൽ മെസ്സേജുകൾ അയക്കാൻ പറ്റും. പിന്നീട് വാട്സപ്പിൻ്റെ ഉപയോഗം വരുന്നില്ല. പാരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഈ വാട്സപ്പ് എന്നുള്ളൊരു മോചനമാണ് ഇതിലുള്ളത്. പിന്നെ വിസിറ്റേഴ്സ് ലോഗാണ്. ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ഓഫീസ് ഫെസിലിറ്റിയാണിത്. അതിൽ വേണമെങ്കിൽ അത് ഡേറ്റ് കൊടുത്തിട്ട് നമുക്ക് ഏത് ദിവസത്തിൻ്റെ ഉള്ളിൽ എത്ര ആൾക്ക് സന്ദർശിച്ചെന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ അതിൻ്റെ PDF നമുക്ക് ഇഷ്യൂ ചെയ്യാം. ഇവിടെ PDF എന്നുള്ള സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് ഇവിടെ കിട്ടും. ഓക്കെ. പിന്നെ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സാലറി, പേറോള്, പെയിൻറ്റിങ് സാലറികൾ കൊടുക്കാനുള്ളത് ഇവിടെ ഉണ്ടാവും. അത് പേ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ പേ ചെയ്യാം സ്റ്റാഫിന്. ഡ്യൂസുകൾ സെറ്റ് ചെയ്യാം. കോഴ്സ് ഫീ എന്നാണ് അടയ്ക്കേണ്ടത്, എത്ര ഗഡുവായിട്ട് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പാരൻസിന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോകും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫീ ഓരോ മന്ത്ലി വൈസാണ് പോകേണ്ടതെങ്കിൽ അത് സെറ്റ് ന്യൂ ഡ്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓരോ മാസവും 1-ാം തീയതിയോ 2-ാം തീയതിയോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പാരൻസിന് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. എക്സാം ഫീസ് കാര്യങ്ങൾ ഇതേപോലെ തന്നെ ഡ്യൂസ് ഇട്ടിട്ട് ഓണം എക്സാം അതിൻ്റെ
അതർ ഫീസ് അതല്ലാത്ത ഇനി എന്തെങ്കിലും ഫീസുകൾ PTA ഫണ്ട് ടെസ്റ്റ് ഇങ്ങനത്തെ കുറേ ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് അതർ ഫീസ് എന്നുള്ളതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ റിപ്പോർട്ടുകൾ, എല്ലാതരം റിപ്പോർട്ടുകളും റിപ്പോർട്ട് എന്നുള്ള ഫോൾഡറിലാണുള്ളത്. ആ ഫോൾഡർ തുറന്നാൽ സ്റ്റുഡൻസ്, സ്റ്റാഫ്, മൊത്തം എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നും അതേപോലെ തന്നെ ഇത്ര സ്റ്റാഫ് ഉണ്ടെന്നും പിന്നെ ക്ലാസ്സുകൾ, അതിൻ്റെ ഡീറ്റെയിൽസുകൾ, ഇങ്ങനെയുള്ള എല്ലാ ഗ്രൂപ്പുകൾ, സ്റ്റാഫിൻ്റെ സ്റ്റാറ്റസ്, സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റാറ്റസ്, എക്സ്പെൻസ്, എത്രയാണ് വരവ് ചിലവ് എന്നുള്ളത്, ഇൻകം, ഇതൊക്കെ ഇതിൽ. ഇനി ഒരു സമ്മറി വേണമെങ്കിൽ ഡീഫോൾട്ടായിട്ട് അതാത് മാസത്തിലെ സമ്മറി ഇതിൽ കാണാം. ഇൻകം, എക്സ്പെൻസ് ആൻഡ് ബാലൻസ് ഇത് ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ ചെയ്യാം. ഇവിടെ കസ്റ്റം ഡേറ്റുകൾ നമുക്ക് സെറ്റ് ചെയ്യാം, അതിനുള്ള സംവിധാനവും ഉണ്ട്. പിന്നെ അതിൽ ഡ്യൂസ്, ആരൊക്കെയാണ് ഡ്യൂസ്, എപ്പോഴൊക്കെയാണ് ഡ്യൂസ് എന്നുള്ളതൊക്കെ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും അവൈലബിൾ ആണ്. റിമൈൻഡർ നോട്ടിഫിക്കേഷനും ക്ലാസ് ടീച്ചർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഫെസിലിറ്റി ക്ലാസ് ടീച്ചറുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ ഉണ്ട്. അടുത്തതായിട്ട് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് വാഹനങ്ങളാണ്. ബസ്, അത് ആദ്യം ബസ്സിൽ സെറ്റ് ചെയ്യുക. അല്ല വാഹനത്തിൻ്റെ ഓട്ടോറിക്ഷ ആകട്ടെ, വാനാകട്ടെ, ബസ്സാകട്ടെ, എന്താണോ വാഹന സൗകര്യം അതിവിടെ ആദ്യം സെറ്റ് ചെയ്യുക. ബസ് എന്നുള്ളതിൽ സെറ്റ് ചെയ്യുക. ശേഷം റൂട്ട് ക്രിയേറ്റ് ചെയ്യുക. റൂട്ട് ക്രിയേറ്റ് ചെയ്താൽ ഇതുപോലെ ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് ബസ്സുകൾ അസൈൻ ചെയ്ത് കൊടുക്കാം. ചേഞ്ച് ചെയ്യണം, ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. ആദ്യം ബസ്സും പിന്നീട് റൂട്ടും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ റൂട്ടിലേക്കുള്ള പോസ്റ്റ് സ്റ്റോപ്പുകളെ ഇതിൽ നമുക്കിങ്ങനെ മാപ്പിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ സ്റ്റോപ്പിൽ നിന്നുള്ള പ്രൈസുകൾ, അതായത് ഫീസുകൾ വ്യത്യസ്തമാണെങ്കിൽ ഇതേ കാണിച്ച പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടുകൾ അവിടെ ചേർത്തി കഴിഞ്ഞാൽ അതാത് സ്റ്റോപ്പിലേക്ക് നമ്മൾ ചേർക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പേയ്മെൻറ്റുകൾ ആഡ് ആകും. അസറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് അടുത്തത്. അതിൽ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ വസ്തുക്കളും, ജംഗമ വസ്തുക്കൾ, ബെഞ്ച്, ഡെസ്ക്, TV, എനിത്തിങ്, അതിൻ്റെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് കിട്ടും. അതിൽ ലൈവായിട്ടുള്ളത്, ഡാമേജ് ആയിട്ടുള്ളത് ഒക്കെയുള്ള അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടും പുതിയ ന്യൂ അസറ്റുകൾ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാനുള്ളതൊക്കെ ഇതിൽ സംഭവം നടക്കും. പിന്നെ കോൺഫിഗർ സെറ്റപ്പാണ്. സാലറി എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ എപ്പോഴൊക്കെയാണ് അതിൻ്റെ ഓട്ടോ ജനറേഷൻ വരേണ്ടത്, ഹോളിഡേയ്സിൻ്റെ പെയ്ഡ് ലീവാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റം കോൺഫിഗറേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ സ്ഥാപനത്തിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം പറയാനുള്ളത് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ക്യാഷ് അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഫീസും സാലറിയും ഒക്കെ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അഡീഷണലായിട്ട് വരുന്ന എക്സ്പെൻസുകൾ അത് നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് തന്നെ ഇതിൽ ചെയ്യാം. ഇപ്പോൾ അത് ജസ്റ്റ് ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എക്സ്പെൻസ് തന്നു, ആഡ് ന്യൂ എക്സ്പെൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എമൗണ്ട് അടിക്കാം. പുതിയ കാറ്റഗറി നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിലവിലുള്ള കാറ്റഗറി ആണെങ്കിൽ പുതിയ കാറ്റഗറി നമുക്ക് ആവശ്യാനുസരണം കാറ്റഗറികൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എക്സ്പെൻസും പേയ്മെൻറ്റ്, വിദ്യാർത്ഥികൾ പേയ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും അക്കൗണ്ട് എന്നുള്ളതെടുത്ത്. അതേപോലെ തന്നെ വ്യൂ ഫീ പെൻഡിങ് റിക്വസ്റ്റ് എന്നുള്ളത് കാണാം. അവിടെ റിക്വസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അപ്രൂവൽ ആയാൽ ഇവിടെ ഉണ്ടാകും. അപ്രൂവൽ ആവുന്നതോടുകൂടി പേരൻസിന് അതിൻ്റെ റെസിപ്റ്റ് അവൈലബിൾ ആകും. ഇത് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ റിപ്പോർട്ട് എന്നുള്ള ഫോൾഡറിൽ നമ്മളിവിടെ പറഞ്ഞു. അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും ഇവിടെ ഉണ്ടാവും. ഡ്യൂ സമ്മറി, ഫീ കളക്ഷൻസ്, കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത്രയുമാണ് ഈ വിഷയത്തിൽ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ ഒരു അഡ്മിൻ പാനലിൽ നിന്ന് കാണുമ്പോഴുള്ള വ്യൂ.